സംഘർഷമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് രാജ്ഭവൻ അറിഞ്ഞുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യത്തിൽ പിന്നെ എനിക്കത് യാതൊരു ബന്ധവുമില്ല. സമരങ്ങളെ പേടിക്കുന്നു, ജനാധിപത്യ സമരങ്ങളെ എന്നൊക്കെയാണ് പറയുന്നത്. ജനാധിപത്യ സമരങ്ങളെ പേടിക്കുന്നുവെന്ന് ജനാധിപത്യ സമരങ്ങളോടൊന്നും ഒരു പേടിയില്ല. ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞല്ലോ, എന്താണ് സമരത്തിൻ്റെ ആവശ്യം എന്നുള്ള കാര്യം രേഖാമൂലം എഴുതി തന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്. അതിൽ അവർ പറയുന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിക്ക് നേരത്തെ നിവേദനം തന്നിരുന്നു. ഒരു തവണ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, അതിന്റെ തുടർച്ചയായി PM ശ്രീയുടെ കാര്യത്തിൽ അവർ നിവേദനം നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. കേന്ദ്രമന്ത്രി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കാശ് തരുള്ളൂ എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1500 കോടി രൂപയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ABVPക്കാർ സമരം ചെയ്യേണ്ടത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെത്തിക്കാണ് സമരം ചെയ്യേണ്ടത്. അവിടെ സമരം ചെയ്ത് ഈ കാശ് വാങ്ങി തരുന്നതിന് വേണ്ട നടപടിയാണ് സ്വീകരിക്കേണ്ടത്. രാജ്ഭവനിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധമാണ് അങ്ങനെയാണ് രാഷ്ട്രീയ സഭയോട് കാണുന്നത്. ഇത് രാജ്ഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവർ പിന്നെ ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ PMCയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു, സമരം നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിന് മുന്നിലെത്തിക്കാണ് സമരം നടത്തേണ്ടത്. അവർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല SFIക്കാർ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു, KSU തന്നിട്ടുണ്ടായിരുന്നു, AISF തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കേന്ദ്രമന്ത്രിയെ ചെന്ന് കണ്ട് സംസാരിച്ചു. അവർ 1500 കോടി രൂപ തരാൻ തയ്യാറല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആവശ്യമാണെങ്കിൽ അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ്. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ പിന്നെ സമരമൊക്കെ ഉണ്ടല്ലോ. ആ സമരം ചെയ്യാൻ അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ടല്ലോ, ജനാധിപത്യപരമായിട്ടുള്ള. അതിലൊന്നും നമ്മൾ സമരം ചെയ്യണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ ഇവിടത്തേക്ക് മാർച്ച് നടത്തുകയും ഇത് പരസ്പര സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്നിടത്തോളം നല്ലതാണ്. അല്ല, എൻ്റെ MLA ഓഫീസിലെത്തേക്ക് എന്തിനാണ് അവർ മാർച്ച് ചെയ്തത്? എന്താ കാരണമെന്ന് പറയട്ടെ. എൻ്റെ ഓഫീസിലെത്തി ഇവിടെ എപ്പോഴും നോക്കിയാലും എൻ്റെ ഓഫീസ് സെക്രട്ടറി ഉണ്ടാവും, 10-25 ആൾക്കാരുണ്ടാവും വൈദ്യുതരാകുമ്പോൾ. എന്തിനു വേണ്ടി അവരിങ്ങോട്ട് മാർച്ച് ചെയ്ത്? ഒരു കാര്യമില്ലല്ലേ മാർച്ച് ചെയ്ത്? സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയില്ലേ മാർച്ച് ചെയ്ത്? പോലീസ് ഇല്ലായിരുന്നുവെങ്കിൽ സംഘർഷം നടക്കുമായിരുന്നല്ലോ താങ്കളോട് സൂചിപ്പിച്ചതുപോലെ. എൻ്റെ MLA ഓഫീസിൽ മാർച്ച് നടത്തി ആ സ്ഥിതിക്ക് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ആണ് ഞാൻ ഇവിടെ വന്നതെന്നിപ്പോൾ. എൻ്റെ പ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ ഇവിടെ വന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും അവർ തടയാൻ വന്നിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തും തടയാൻ വന്നിരുന്നു. എല്ലാ സ്ഥലത്തും പോലീസ് ഏറ്റവും അങ്ങേറ്റത്തെ സംയമനം പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. രാജ്ഭവന്റെ നടപടിക്കെതിരെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ പരസ്യമായി പ്രതികരിച്ചു. ഇന്നും ഗവർണർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നിലപാടിൽ മാറ്റമില്ല. ആ ഭാരതാംബ ചിത്രം അവിടെ വയ്ക്കും. ആ തെളിമയോടുകൂടി ആ ഒരു കൺസെപ്റ്റ് ആളുകൾക്ക് മനസ്സിലാക്കാൻ വിവാദം സാധിച്ചു എന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാദം. അങ്ങനെയെങ്കിൽ മന്ത്രിമാരും സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പ്രതിഷേധം ഇങ്ങനെ ഉന്നയിക്കുന്നതിൻ്റെയും സർക്കാർ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിലായി. ഗവർണർ പറയുന്നത് ഒരു തരത്തിലും അത് അവിടെ നിന്ന് മാറ്റിയില്ല, ഒരു വിധത്തിലും മാറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട്, ഗവൺമെൻറ്റിന് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രി തന്നെ. അദ്ദേഹം മാറ്റണ്ട, അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. ജനാധിപത്യത്തിലും ഭരണഘടനയിലും ഗവർണറുടെ അധികാരങ്ങളും അവകാശങ്ങളിലും ഏത് ഭാഗത്താണ് ഇതേപോലെ ഒരു വനിതയ്ക്ക് ഒരു കാവ്യക്കൊടിയും കൊടുത്ത് ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് പൂജിക്കാൻ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്, വിശ്വസിക്കട്ടെ.